അപ്പോഴാണ് ഈ കാക്കയും കുട്ടികളും എല്ലാവരും അങ്ങോട്ട് അരീക്കോട്ട് അങ്ങാടിക്ക് അല്ലെങ്കിൽ മുക്കത്ത് അങ്ങാടിക്ക് മറ്റേ ഇത് പഞ്ചാരക്കട്ട തിന്നാൻ വേണ്ടി പോണത്. എല്ലാവരും അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ പുതിയ ഉള്ളത്. ബ്രോസ്റ്റ്, മറ്റേ പഞ്ചാരക്കട്ട, ഇതൊക്കെ തിന്നാൻ വേണ്ടി പോവുകയാണ്. അപ്പം വണ്ടി കൊണ്ടു നിർത്തി. ഇവരല്ലേ ഇല്ല, ഓൻ തെക്കിബീറില്ല. ഓർച്ചനെ അവിടെ കാർമ ചാരിന്ന് കാക്ക നോക്കി, ഓൻ്റെ തെക്കിബീർ നിൽക്കണില്ല. അപ്പോൾ കുട്ടികളോട് നിങ്ങൾ ഓനൊക്കെ അന്തല്ല, ഓന്തങ്ങമ്മിയാണ് ഓൻ്റെ അടുത്ത്. ഇവനെ കയറിയതാ ഉള്ളിക്ക്. ആര് കയറി? അള്ളാഹു കയറി. എനിക്ക് ആയുസിൽ ഒന്നും പെണ്ണിട്ടില്ല, അത് കുട്ടികളുണ്ടായില്ല. ഭാഗ്യവാൻ. എന്തുകൊണ്ട് ഒരു മൊബൈൽ കളിക്കണമെങ്കിൽ ഉത്തരവാദിയാവില്ലല്ലോ. 4 കുട്ടികളുണ്ട്, വേണ്ട പോയി. 2 കുട്ടികളുണ്ട്, പോയി. 3 കുട്ടികളുണ്ട്, പോയി. എന്റെ ഓളെ സ്വപ്നത്തിൽ ഓള് മൊബൈലിൽ കണ്ട ആളല്ലേ ജി. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടാണ് ഭർത്താക്കന്മാരെ ക്വാളിറ്റി തീരുമാനിക്കുക. നോക്കിയാൽ തീരുമാനിക്കുക. മനസ്സിലാണ്ട് പറഞ്ഞു ചിന്തിക്ക്. അക്കോലത്തിലാകാൻ എനിക്ക് കഴിയൂല. ഓള് വിചാരിച്ച മാതിരി ആകാൻ കഴിയൂലല്ലോ. ആചാര ചുരുക്കുണ്ടാവില്ലല്ലോ. അതിന് ത്വാഅത്തിന്റെ പൂന്തോപ്പിൽ ഒരാൾ പ്രവേശിച്ചു. മാമ പറയാണ്, ഒരാൾ ത്വാഅത്തിന്റെ പൂന്തോപ്പിൽ പ്രവേശിച്ചു. അള്ളാഹുവിന് വഴിപ്പെടുന്ന പൂന്തോപ്പ് അതൊരു പൂന്തോപ്പാണ്. അതിൽ പ്രവേശിച്ച് രസം കിട്ടിയാലാണ് അത് പൂന്തോപ്പെന്ന് മനസ്സിലാവുക. അള്ളാഹുവിന് വഴിപ്പെടുന്ന പൂന്തോപ്പിൽ ഒരാൾ പ്രവേശിച്ചു. അവന് പ്രയാസമല്ല, നിസ്കരിക്കാൻ പ്രയാസമല്ല, ഖുർആൻ ഓതാൻ പ്രയാസമല്ല, മുസാഫ് എടുക്കുമ്പോൾ ഉറങ്ങൂല. ഇയാടാ ക്യാൻസർ മാറ്റാനല്ല പായുണ്ട്, പിന്നെ എന്തിനാ പായുണ്ട്? ഖുർആൻ എടുക്കുമ്പോഴത്തേന് ആൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ ആരെടുത്ത് പാഞ്ഞിട്ടും അതിനെ മാറ്റണം. അങ്ങനത്തെ 10,000-ങ്ങളാണ് നമ്മളൊക്കെ. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. മുസാഫ് എടുക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ? ഈ പ്രശ്നത്തിലാണ്. ത്വാഅത്തിന്റെ പൂന്തോപ്പിൽ ഒരാൾ കയറിക്കൂടി. പിന്നെയോ അതിലാണ് കയറിയപ്പോൾ അതിൻ്റെ രസം, അതിൻ്റെ ആനന്ദം, അതിൻ്റെ രുചി, അത് മുഴുവനും അവൻ ആസ്വദിച്ചു. അതിൻ്റെ മനോഹരമായ ചൈതന്യം അവൻ്റെ കണ്ണുകൾ ആസ്വദിച്ചു. അകക്കണ്ണും തുറക്കും. ത്വാഅത്താണെങ്കിൽ അവനോട് പോരാൻ തോന്നൂല, പള്ളിയിൽ നിന്ന് പോരാൻ തോന്നൂല. വീട്ടിൽ ചെന്നാലും നന്മ. മനസ്സിലായില്ല? എന്നാ പണിയെടുക്കൂല എന്നല്ല, പണിയെടുക്കാതെ നടക്കുകയാണെന്നല്ല, പണിയെടുക്കുമ്പോഴും അള്ളാഹിൻ്റെ പൊരുത്തം. ഞങ്ങളോട് ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? കൂലിപ്പണിക്കാരനാണ്, പക്ഷെ എന്ത് പറയും? വിളിച്ചാൽ വാഴക്ക് മണ്ണിടാനോ തെങ്ങിന് മണ്ണിടാനോ വിളിച്ചാൽ പോവും. പക്ഷെ എന്ത് പറയും? ളുഹർ ബാങ്ക് കൊടുത്താൽ പോവും കേട്ടോ. ഞാൻ നേരത്തെ വർത്താനം പറയരുത്. അസറിന് ബാങ്ക് കൊടുത്താൽ പോവും. ആയിക്കോട്ടെ, സമ്മതിച്ചു, നിങ്ങൾ വന്നാൽ മതി. ഓനറിയാം വന്നാൽ 2 ആളെ പണിയെടുക്കും. ളുഹർ ബാങ്ക് കൊടുത്താൽ കൈക്കോട്ടോടൊപ്പം പോവും. അസറിന് ബാങ്ക് കൊടുത്താൽ കൈക്കോട്ടോടൊപ്പം പോവും. തിരിച്ചു വരുമ്പോൾ 100 റുപ്യ 50 റുപ്യ ഒക്കെ കുറച്ച് കൊടുത്താൽ, മനസ്സിലായില്ല, കൂട്ടി കൊടുത്താൽ 100 50 തിരിച്ചു കൊടുക്കും. അത് ആ നേരത്ത് നിനക്ക് പണിയെടുത്തിട്ടില്ല, റബ്ബിനെ പണിയെടുത്ത് അതിൻ്റെ കൂലി തരില്ല, അത് വാങ്ങൂല. അക്കൂലിയും കൂടി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഇത് ഞാൻ എടുത്ത നിസ്കാരത്തിൻ്റെ കൂലി മനുഷ്യരിൽ നിന്ന് ഇജ്ജ് വാങ്ങും. അത് എനിക്ക് പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. നിങ്ങളിത് പിടിച്ചോളി. വേണ്ട, എനക്കെടുത്ത പണിയല്ലല്ലോ, ഉടമക്കാരനെടുത്ത പണിയല്ലോ, ഓൻ തന്നോളൂ. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ മനുഷ്യൻ. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഞാനൊക്കെ കാല് പൊട്ടിയാലെന്ത്, കൈയൊട്ടിയാലെന്ത്, ആനന്ദത്തിൽ കയറി. എന്തിൻ്റെ ആനന്ദത്തിൽ? ത്വാഅത്തിൻ്റെ. കൂലിപ്പണിക്കാരനാണ്, ആത്മാർത്ഥമായി പണിയെടുക്കും. ദൂർന്ന് പോയാലും അസറിന് കയറിപ്പോയാലും ഇയാളെ തന്നെ ജനങ്ങൾ വിളിക്കുക. എന്തുകൊണ്ട്? ഇട്ടുക്കണ പണി കൈക്കോട്ട് മാടൂല, ഇട്ടുക്കണ പണി വൃത്തിയായിരിക്കും. وقرت عينه بنظرتها وحب على قلبه عطرها وجعل خاطره بين جنباتها. അവൻ്റെ ഹൃദയത്തിലേക്ക് ആ ത്വാഅത്തിൻ്റെ മനോഹരമായ സൗരഭ്യം, അതിൻ്റെ സൗഗന്ധികം അങ്ങനെ വീശി അടിക്കുകയാണ് അവൻ്റെ ഖൽബിലേക്ക്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൻ്റെ ആനന്ദം, സന്തോഷം. ഒരു സമയം പോലും. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇന്നലെ ഇമാമ മെഹ്റാബിലേക്ക് കയറുന്നത് വരെയും സുന്നത്താണ് മുത്തലഖായ തക്ബീർ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരയിൽ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് വട്ടത്തിലിരുന്ന് തക്ബീർ ചൊല്ലിയവർക്ക് കൈപ്പൊക്കാം. ഭാഗ്യക്കാരാണ്. പെണ്ണുങ്ങൾ കുട്ടികളെല്ലാവരും ഇരുന്നു തക്ബീർ അങ്ങനെ ഇല്ലേ. അപ്പൊ അള്ളാന്റെ വാതിൽ തുറക്കും. ആ നേരത്തെ മൊബൈലിൽ ഞാൻ എന്താ വന്നതെന്നല്ല നോക്കണ്, ഓനെന്താ നോക്കണ്, എൻ്റെ റബ്ബിനെ വിളിക്കാൻ പറ്റിയ നേരാട്. അതൊരു സന്തോഷം, അതിൻ്റെ ഒരു ആനന്ദം എത്രയാ മനസ്സിലായില്ലേ? ചിന്തിച്ച് ആനന്ദം. പള്ളിയിൽ നിന്ന് കയറിയിട്ട് സ്വഹാബികൾ പുറത്തിറങ്ങിപ്പോവും, പിന്നെയും വരും, പിന്നെ പോകും. വോക്കൗട്ടല്ല. എന്തിന്? തഹയ്യത്തിൻ്റെ ആനന്ദം. തഹയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തേക്കാണല്ലോ. ഇതാണ് സ്വഹാബികള്. പള്ളിയിൽ നിന്ന് കയറി വന്നാൽ തഹയ്യത്ത് നിസ്കരിച്ച് സ്വഹാബി പുറത്തേക്ക് പോകും. എന്തിന്? പുറത്തിറങ്ങി പോകും. പിന്നെന്തിന്? പിന്നെയും കയറി വന്നാൽ തഹയ്യത്ത് നിസ്കരിക്കാമല്ലോ. തഹയ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയതിന് ശേഷം സ്വഹാബികളുടെ പതിവാണ്. അപ്പോഴാണ് ഇക്കാക്കിയും കുട്ടികളും എല്ലാവരും അരീക്കോട് അങ്ങാടിക്ക് അല്ലെങ്കിൽ മുക്കത്ത് അങ്ങാടിക്ക് മറ്റേ ഇത് പഞ്ചാരക്കട്ട തിന്നാൻ വേണ്ടി പോണത്. എല്ലാവരും അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ പുതിയ ഉള്ളത്. ബ്രോസ്റ്റ്, മറ്റേ പഞ്ചാരക്കട്ട, ഇതൊക്കെ തിന്നാൻ വേണ്ടി പോവുകയാണ്. അപ്പം വണ്ടി കൊണ്ടു നിർത്തി. ഇവരല്ലേ ഇല്ല, ഓൻ തെക്കിബീറില്ല. ഓർച്ചന അവിടെ കാർമ ചാരി എന്ന് കാക്ക നോക്കി, ഓൻ്റെ തെക്കിബീർ നിൽക്കണില്ല. അപ്പോൾ കുട്ടികളോട് നിങ്ങൾ ഓനൊക്കെ അന്തല്ല, ഓൻ്റെ നമ്മയാണ് ഓൻ്റെ അടുത്ത്. ഇവനെ കയറിയതാ ഉള്ളിക്ക്. ആര് കയറി? അള്ളാഹു കയറി. അള്ളാഹുവാണ് കയറി. അതൊരു ആനന്ദമാണ്. ആ ആനന്ദം എൻ്റെ കൈ മുറിച്ചാലെന്താ, എൻ്റെ കാല് മുറിച്ചാലെന്താ? നാട്ടുകാർ മദ്ഫൂഉൻ ബിൽ അബ്വാബ് എന്നൊരു ഹദീസുണ്ട്. വാതിൽക്കൽ നിന്ന് തട്ടപ്പെടുന്നവരും. എൻ്റെ ജീവിതത്തിലൊരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതെ പോന്നു. അപ്പോൾ കല്യാണത്തിന് റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു വേദനാജനകമായ സംഭവം. ഒരാൾ നിൽക്കുന്നുണ്ട്. അവിടെ 2 സ്ഥലത്ത് ഭക്ഷണമുണ്ട്. ഒരാളതിൻ്റെ അവിടെ വരുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട്. ഇത് മുതലാളിമാരും മന്ത്രിമാരും MLA മാരും നേതാക്കന്മാരും ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളിങ്ങോട്ട് ഞാൻ പിന്നെ അവനെ തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഞാനവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല. അത് കൊല്ലങ്ങൾക്കുമാണ്, പക്ഷെ എനിക്ക് മറക്കാൻ കഴിയില്ല. അതാണ് മദ്ഫൂഉൻ ബിൽ അബ്വാബ്. ജാരായിട്ടെന്താ? നീ ക്ഷണിക്കുന്ന അതിഥികൾക്ക് നീ 2 ഭക്ഷണ ഹാൾ വെച്ചാൽ നിനക്കെന്തടാ? ജാരായിട്ടെന്താ? എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു സംഭവമാണത്. മറക്കാൻ എനിക്ക് കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്. മദ്ഫൂഉൻ ബിൽ അബ്വാബ് ഉണ്ടായില്ലേ? ഒരാൾ കാണുമ്പോൾ അതെ അല്ല നിങ്ങൾ അങ്ങോട്ടല്ല. ഇപ്പം മന്ത്രിയല്ലല്ലോ, മലയാളിയല്ലല്ലോ. അപ്പോൾ നിങ്ങളിങ്ങോട്ട്, മറ്റൊരു അങ്ങോട്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതാണ് മദ്ഫൂഉൻ ബിൽ, വാതിൽക്കൽ നിന്ന് തള്ളപ്പെടുന്നവർ. പക്ഷെ അവരൊരു വാക്കുകൾ പറഞ്ഞാൽ അള്ളാഹു ഉടനെ സ്വീകരിക്കും. ഒരു വാക്ക് റബ്ബ് പറഞ്ഞാൽ അത് സ്വീകരിക്കും. അവർ ഒരു വാക്ക് പറഞ്ഞാൽ റബ്ബ് അപ്പോൾ സ്വീകരിക്കും. അടുത്ത വരിയ റസൂൽ പറയുന്നത് മദ്ഫൂഉൻ ബിൽ അബ്വാബി ലൗ അഖ്സമ അലല്ലാഹി ലാ ബറഹു. ഒരു വാക്ക് പറഞ്ഞാൽ മതി. അനസ് ബിൻ നളറിന്റെ എൻ്റെ ഓർമ്മ. അനസ് ബിൻ നളറിന്റെ പെങ്ങൾ ഒരു ഗോത്രക്കാരിയുടെ പല്ലിനടിച്ചു. അപ്പോൾ പല്ല് പൊട്ടി.
അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിയുടെ കോടതിയിൽ അവർ കേസ് കൊടുത്തു, ഞങ്ങളെ പെങ്ങളെ പല്ലൊട്ടിച്ചു. അപ്പോൾ റസൂലുള്ള വിധി പറഞ്ഞു, പല്ല് പൊട്ടിച്ചവളുടെ പല്ലെടുക്കണം. അസിന്നു ബിസ്സിന്, പല്ലിന് പല്ലാണ്. അനസുമിന്നുള്ളൊരു സൂഫിയ, അദ്ദേഹം അപ്പോൾ മദീനയിലില്ല. തിരിച്ചു വന്നപ്പോൾ കേട്ടു അയാൾ ആ പെങ്ങളെ പല്ല് പൊട്ടിക്കണമെന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. ഡേറ്റ് നിശ്ചയിച്ചില്ല. അപ്പോൾ അനസ് വന്നു. അനസുബിൻ മാലിക്കല്ല, വേറെ അനസാണ്, സൂഫിയ അനസ് ഉണ്ടായിരുന്നു, സ്വഹാബികൾ. അദ്ദേഹം പറഞ്ഞു, ലാ തുക്സിർ സിന്നുവാം, എൻ്റെ പെങ്ങളെ പല്ല് അങ്ങനെ പൊട്ടിക്കാൻ പറ്റൂല. നബി ഒന്നും മിണ്ടിയില്ല, ആരും ഒന്നും മിണ്ടിയില്ല. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അനസ്. അനസ് അങ്ങനെ വലിയ കുപ്പായിട്ടുന്ന ആളൊന്നുമല്ല, ഒരു സൂഫിയ, അങ്ങനെ നടക്കും. അതിൻ്റെ ഇടയിൽ ഒരുപാട് ചർച്ചകൾ നടത്തി. അപ്പോൾ മറ്റേ ഗോത്രക്കാർ വിട്ടുകൊടുത്തില്ല. ഞങ്ങളെ പല്ല് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഓളെ പല്ല് പോയിരിക്കണം. അങ്ങനെ പല്ല് എടുക്കേണ്ട ദിവസം റസൂലുള്ളാഹി നിശ്ചയിച്ചു. അസ്സിന്നു ബിസ്സിന്നി, ഒരു പീഠത്തിലിരുത്തി അവളെ മേൽ ഒരു വസ്ത്രം ചുറ്റി ഇനി പല്ലെടുക്കണം. ഖിസാസാണ്. പല്ലെടുക്കാനുള്ള ആള് വന്നു, പല്ലെടുക്കാനുള്ള ആയുധവും കൊണ്ട്. ഇനി ഒരൊറ്റ അടിയടിച്ച പല്ല് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഓടി വന്ന് പറഞ്ഞു, അഫൗനാഹ അഫൗനാഹ, ഞങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ അടികൊണ്ട് പല്ല് പൊട്ടും. അതിനു മുമ്പാണ് അവർ മാപ്പ് കൊടുത്തത്. ഫഖാല നബി സല്ലല്ലാഹു ഇന്ന മിൻ ഇബാദില്ലാഹി ലരിജാലൻ, അല്ലാഹുക്ക് ചില അടിമകളുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവരൊരു വാക്ക് പറഞ്ഞാൽ അല്ലാഹു അതേ നടത്തും. അതവിടെ കണ്ട്. ഇന്റെ പെങ്ങളെ പല്ല് പൊട്ടിക്കൂല നബി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അനസ് അങ്ങനത്തെ ആളാ. മനസ്സിലായല്ലോ? ചിന്തിക്ക്. ഇവര് മധുഫോമ്പിലെ ബാദൽക്ക കയറ്റാത്ത ആളാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നിനക്ക് അങ്ങനത്തെ സ്ഥാനം ഉണ്ടായാലേ പേടിക്കണ്ടുള്ളൂ. എംഎൽഎ പേടിക്കണം, കാരണം എന്നെ ബാദൽക്ക കയറ്റും. മന്ത്രിയായ പേടിക്കണം, എന്നെ ബാദൽക്ക കയറ്റും. ബ്ലോക്ക് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അയാളും പേടിക്കണം. അതൊന്നും ആയില്ല. ആഗ്രഹിച്ചു ഒരു മെമ്പറെങ്കിലും ആണ്, പടച്ചോൻ എന്നെ ആക്കിയില്ല. അപ്പൊ വിചാരിച്ചു റബ്ബിനെ നിന്ദിച്ചു. അല്ല, റബ്ബ് നിന്നെ ബഹുമാനിച്ചു. എന്തുകൊണ്ട്? അതിന്റെ പേരിൽ നിനക്കൊരു ബുദ്ധിമുട്ട് മേശറിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. അതേ സമയത്ത് എംഎൽഎ ആയ കാരാക്കൂസിന്റെ കത്ത് കൊണ്ടുപോയാൽ പോലീസ് വിട്ടുകൊടുക്കും. നാട്ടിലെ മികച്ച മഹാനായ ഒരു ദിവസം 1000 സ്വലാത്തിൽ നിന്ന ആളാണ് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കാര്യമല്ല. 5 വക്ത് നിസ്കരിക്കാത്ത എംഎൽഎ എന്ന് പറഞ്ഞാൽ പോലീസ് വിട്ടുകൊടുക്കും. ഖജനാവിൽ ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്താലും ദൈവനാമത്തിൽ ചെയ്താലും, ഖജനാവിൽ എൻ്റെ പരിധിയിലുള്ളത് മുഴുവൻ കട്ട മന്ത്രി ആയാലും ഒരു വാക്ക് പറഞ്ഞാൽ പോലീസ് വിട്ടുകൊടുക്കും. ജീവിതത്തിൽ ഒരാളുടെ ഒരു അറാത്ത് മുതലെടുക്കാത്ത സ്വാലിയായ മനുഷ്യനാണെങ്കിൽ പോലീസ് അത് വില വെക്കൂല. മനസ്സിലായില്ല? നിങ്ങൾ തല കൊടുത്ത് ചിന്തിക്ക്. അപ്പൊ ഇവിടെ അകപ്പെട്ടവർ ആര് എന്ന് മനസ്സിലാക്കണം. നിന്റെ കൽബിൽ നമ്മൾ ഓടേണ്ടത് എന്തിനല്ലത്? കച്ചവടം പൊളിഞ്ഞു ഉസ്താദേ, അതിനല്ലടാ പായേണ്ടത്. ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, പായണോ? രാത്രി കിടന്നാൽ എണീക്കാൻ കഴിയണില്ല ഉസ്താദെ, ജോഡിക്കോ. 5 വക്ത് മര്യാദക്ക് നിസ്കരിക്കാൻ കഴിയണില്ല ഉസ്താദെ, ഇജ്ജ് പാഞ്ഞോ. ഒരു 10 സ്വലാത്ത് മര്യാദക്ക് ചെല്ലാൻ കഴിയണില്ല, ഇജ്ജ് അവിടെ ഓടിക്കോ. ആ പീടിയ ഇട്ടു, അത് പൊട്ടി. അടുത്ത പീടിയ ഇട്ടു, അതും പൊട്ടി. അതിനാണ് ഇപ്പൊ പാഞ്ഞു വരുന്നത്. ദാറുൽ ഖുർആനിലേക്ക് വരുന്നതിൽ 99% വരുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ വരുന്നത്? എന്തിനാ വരുന്നത്? എന്തിനാ വരുന്നത്? നിങ്ങളൊക്കെ തന്നെ, നിങ്ങൾ എന്തിനാ വന്നത്? കച്ചവടം പൊട്ടി, പെണ്ണുങ്ങൾ പറഞ്ഞ കേൾക്കണില്ല, പെണ്ണ് കിട്ടിയില്ല. ഒരു സാലിയാത്തായി ഇണയെ കൊതിക്കലാണ് എന്റെ ബാധ്യത, തെരൽ അള്ളാന്റെ ബാധ്യതയാണ്. എനിക്ക് ആയുസിലൊന്നും പെണ്ണിട്ടില്ല, അത് കുട്ടികളുണ്ടായില്ല. ഭാഗ്യവാൻ. എന്തുകൊണ്ട്? ഒരു മൊബൈൽ കളിക്കണേ ഉത്തരവാദിയാവില്ലല്ലോ.
കുട്ടികളില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ട്. അവനോട് ഞാൻ ഏത് നേരം പറയലുണ്ട്, ജനട ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. കാരണം എനിക്ക് 9 മക്കളാണ്. ഒന്ന് മൊബൈൽ കളിച്ചാൽ ഞാൻ എൻ്റെ കഥ പോയി. ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? അവന് കുട്ടികളില്ല. അതുകൊണ്ട് കുട്ടികൾ കുതിര വിടുന്നതിൻ്റെ പ്രശ്നം മറ്റേ തലയിൽ ഇല്ല. എൻ്റെത് അങ്ങനെയല്ല. കൂലി കിട്ടും തല്ലും കിട്ടും. നിങ്ങൾക്ക് അതിന് മാത്രം കൂലി കിട്ടൂലേ, അതിന് മാത്രം തല്ലും കിട്ടും. തല്ലാണോ കൂലിയാണോ എന്ന് അവിടെ തിരല്ലേ അറിയുള്ളൂ. أن يربي الرجل جرو الكلب خير له من أن يربي ولدا له سيأتي الزمان. ഇങ്ങനൊരു കാലം വരും. أن يربي الرجل جرو الكلب, ഒരാളൊരു നായ്ക്കുട്ടിയെ വാങ്ങി വളർത്തൽ ഖൈറുൻ ലഹു, അവന് ഖൈറായിരിക്കും, മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു, അവന് ജനിച്ച കുട്ടിയെ പോറ്റുന്നതിനേക്കാൾ. അവന്റെ സ്വന്തം മുതുകിൽ നിന്ന് അവൾക്ക് ജനിച്ച കുട്ടിയെ പോറ്റുന്നതിനേക്കാൾ നല്ലത് ഒരു നായ്ക്കുട്ടിയെ വാങ്ങി വളർത്തലായിരിക്കും. എന്റെ നായ ഒന്ന് സ്വർഗത്തിലുള്ള ജീവിയാണ്, 2 നന്ദിയുള്ള ജീവിയാണ്, 3 പറഞ്ഞ കേൾക്കുന്ന ജീവിയാണ്, മകൾ പറഞ്ഞ കേൾക്കാത്ത ജീവിയാണ്. ആണോ അല്ലേ? പറഞ്ഞോ ആണ് പറയണേ. പെണ്ണിട്ടില്ല, അൽഹംദുലില്ലാഹ്, കുട്ടികളുണ്ടാവില്ലല്ലോ. ഇതൊന്നും അല്ലട ചെങ്ങായി അകപ്പെടൽ. അതേ സമയത്ത് ബാങ്ക് കൊടുത്താൽ എനിക്കൊരു പേരുണ്ടോ, ഒരു വണ്ടിയിലാണ്, തീവണ്ടിയിലാണ്. അപ്പോഴാണ് ബാങ്ക് കൊടുത്ത് ക്ഷണേ ഇനി കോഴിക്കോട് എത്തണമല്ലോ, കൊയിലാണ്ടി എത്തിയിട്ടേ ഉള്ളൂ, ജമാഅത്ത് പോകുമോ? ഭാഗ്യവാനാണ് ഒരാൾ. എന്ത് ചെയ്തു അയാൾ? ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഇവരൊന്നും അകപ്പെട്ടവരല്ല. അകപ്പെട്ടവരെ ഞാൻ പറഞ്ഞുതരാം. അകപ്പെട്ടവരെ അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ഒരാള് من دخل رياض الطاعة وتنسم عبيرها وتذوق لذتها وحلاوتها وقرت عينه بنظرتها وبهجتها وهب على قلبه عطرها وجعل خاطره بين جنباتها وتنعى بريجها وداوم على طاعة ربه. ربنا طاعتلان എന്നും എപ്പോഴും وعقف قلبه على التأهلؤ لمولاه الحق. حق تعالى മേൽ ഇഅ്തികാഫിരിക്കാൻ അവന്റെ ഹൃദയം. കൽബ് എത്തിക്കാപ്പില്ല. തടി പള്ളിന്ന് പോന്നാലും കൽബ് എത്തിക്കാപ്പില്ല. ആരുടെ അടുക്കൽ? അള്ളാനെ വിട്ടിട്ടൊരു സെക്കൻഡ് അവനില്ല എങ്കിൽ അവന് വീടില്ല. എന്താ പ്രശ്നം? അവൻ സ്വയം വീണിട്ടുണ്ട് അലാ ബാബിൽ ഉദൂദിയത്തി, അടിമത്വത്തിന്റെ വാതിൽക്കൽ, ഫീ ദില്ലത്തിൻ വൻകിസാരിൻ, തകർന്ന് അള്ളാന്റെ മുന്നിൽ നിസ്സാരനായി വീണ് കിടക്കുക. അല്ലാ പാവപ്പെട്ടവനാണ്, മാപ്പാക്കണം എന്നല്ലാത്ത വർത്തമാനം പറയില്ല. ഈ വ്യക്തി സത്യത്തിൽ ഭാഗ്യവാനാണ്. സുജിന, അവൻ ജയിലിൽ അകപ്പെട്ടാലും, വല്ലുരിബ, നാട്ടുരത്ന തല്ലിട്ടിയാലും, വസുലിബ മിൻ അഹ്ലിഹി, പെണ്ണുങ്ങൾ കുട്ടികളും അവൻ ഒഴിവാക്കി പോയാലും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറ ഇതിൻ്റെ കൂടെ ഉണ്ടോ? ഇതിൻ്റെ കൂടെ ഞാനല്ല പറയുന്നത്, ഗസാലി മാമ പറയാണ്. എന്ത്? ഒരു വ്യക്തിക്ക് അവന്റെ കൽബ് നിറയെ ആരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ ഇവനുമാണ്, ഇവന്റെ അടുക്കൽ അല്ലാഹുവാണ്. അതേ സമയത്ത് ഈ വ്യക്തി സുജിന, ഈ വ്യക്തിയെ ജയിലിലിടപ്പെട്ടിട്ടുണ്ട്. ഒല്ലുരിബ, നാട്ടുരത്ന മുഴുവനും തല്ലിട്ടിട്ടുണ്ട്. ഓ സുലിബം അഹ്ലിഹി, അവന്റെ കുടുംബം അവനെ ഒഴിവാക്കി പോയിട്ടുണ്ട്. എൻ്റെ പക്കം നിങ്ങളെയൊക്കെ ഒപ്പം പാർക്ക പോയി ഞങ്ങൾ പണി നോക്കി. പെണ്ണുങ്ങൾ ഒഴിവാക്കിപ്പോയി. എന്തുകൊണ്ട് പെണ്ണുങ്ങൾ എന്താണ് ഒഴിവാക്കാത്തത്? എന്താണ് ഒഴിവാക്കാത്തത്? ഇത് അന്തംഗമ്യല്ല, ഈ ദുന്യാവിൻ്റെ അഖിലുകാരനാണ്. എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പം അടുത്ത അഖിലുകാരനാണ്? ഇന്നത്തെ പെണ്ണുങ്ങൾ ഒരാളെ ഒഴിവാക്കണില്ലെങ്കിൽ ഉറപ്പിച്ച ദുന്യാവിൻ്റെ ആളാണ്. അങ്ങനെ പറയാൻ പറ്റുമോ ഉസ്താദേ? അങ്ങനെയാണ് ഇപ്പം പറയുന്നത്. അങ്ങനെയാണ്. എത്ര നിസ്കരിച്ചാലും നോമ്പോറ്റാലും ദുന്യാവിലായിരിക്കും മനസ്സ്. നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? അത് ഞാൻ എൻ്റെ പെണ്ണുങ്ങളോടും പറയും, ഈ ദുന്യാവിൽ ഏറ്റവും നല്ലത് ഇതാണ്.
കാരണം ഓളൊപ്പം ജീവിച്ചു പോകണമെങ്കിൽ ഈ നുണ പറയല്ലാതെ ഒരു നിർവാഹമില്ല. സത്യം. എനിക്കറിയാവുന്ന മനസ്സിൽ ദുനിയാവാണ്. അതിൻ്റെ അർത്ഥം പെണ്ണുങ്ങൾ മോശം എന്നല്ല, ഒന്നുമല്ല, അങ്ങനെ അർത്ഥമല്ല കേട്ടോ. എന്നാൽ തിരിച്ചു അർത്ഥമല്ല. ചിലപ്പോൾ ഞാൻ നേരെ തിരും പറയും, നാട്ടുകാർക്ക് വേണ്ടി പറയും, ഈ ക്ലാസ്സിൽ എൻ്റെ പെണ്ണുങ്ങളുണ്ട് എന്നതാണ് ഞാൻ ഓർമ്മ വന്നപ്പോൾ തിരിച്ചു മറിച്ചിട്ട്. അത് സത്യമാണ്. എൻ്റെ പെണ്ണുങ്ങൾ എന്നെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ജോർപ്പിച്ചോ, ഇത് ദുന്യാവിൻ്റെ ആളാണ്. ഇത് ആഖിറത്തിൽ അള്ളാഹിൻ്റെ ആളാണെങ്കിൽ ഓളെ എനിക്ക് ചീത്ത ഉറപ്പാണ്, ഉറപ്പ് ചീത്തിട്ടു. ഉറപ്പ്, യാതൊരു സംശയമല്ല, ഉറപ്പാണ്. അതിന് സംശയിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് നിങ്ങളെ കിട്ടിയ ഭാഗ്യവാനാണ് ഞാൻ. നോള് പറയണ്ട് ഉറപ്പിച്ചോ, ദുന്യാവിൻ്റെ അടിമേന. അങ്ങനെയാണ് മനുഷ്യൻ്റെ കൽബ്. അങ്ങനെയാണ്. ദഖൽതു അലാ ബാബി ജഹന്നം ഫറഅയ്തു അക്സറ മൻ ദഖലഹാ അന്നിസാ എന്ന മുസ്തഫ നബി. ഞാൻ നരകത്തിൻ്റെ വാതിൽക്കൽ എത്തി നോക്കിയിട്ടുണ്ട്. അവർ അതിൽ കയറിപ്പോകുന്നതായി കൂടുതലും ആളുകളെ ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്. സുബ്ഹാനല്ലാഹ്. എന്താ? ദഖൽതു അലാ ബാബി ജഹന്നം, ഞാൻ കയറിപ്പോയി. എവിടെ ചെന്ന് നോക്കി? നരകത്തിൻ്റെ വാതിൽക്കൽ. ഫറഅയ്തു ആമ്മത മൻ ദഖലഹാ അന്നിസാ, കൂടുതലും നരകത്തിൽ കയറുന്നതായി ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്. ഫദഖൽതു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ പോയി നോക്കി. ഫറഅയ്തു ആമ്മത മൻ ദഖലഹൽ മസാകീൻ, അവിടെ കയറിപ്പോകുന്നതായി കൂടുതലും ഞാൻ കണ്ടത് മിസ്കിന്മാരെയാണ്. യാ സുബ്ഹാൻ. എവിടെ ഉണ്ട് ഹദീസ്? ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടല്ലോ. അവിടെ ഉണ്ടോ ഈ ഹദീസ്? മുത്തഫഖുൻ അലൈഹി. എന്താ പറഞ്ഞത്? ദഖൽതു അലാ ബാബി ജഹന്നം, ഞാൻ നരകത്തിന്റെ വാതിൽക്കൽ ചെന്ന് നോക്കിയിട്ടുണ്ട്. ഫറഅയ്തു ആമ്മത മൻ ദഖലഹ നിസാ, കൂടുതലും നരകത്തിൽ കയറി പോകുന്നതായി ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്. ഫദഖൽതു അലാ ബാബി ജന്ന, ഞാൻ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലും കയറി നോക്കിയിട്ടുണ്ട്. ഫറഅയ്തു ആമ്മത മൻ ദഖലഹൽ മസാകീൻ, കൂടുതലും സ്വർഗത്തിൽ കയറി പോകുന്നതായി ഞാൻ കണ്ടത് മിസ്കിന്മാരെ. ഈ മിസ്കിന്മാരെ അവന്റെ പെണ്ണുങ്ങൾ ആക്ഷേപിക്കും. അങ്ങനെ തൊള്ളിയും പൊളിച്ച് നടന്നു. നിങ്ങളൊക്കെ എൻ്റെ കഴുത്ത് കുടുങ്ങി, ഞാൻ കുടുങ്ങിപ്പോയി. എൻ്റെ വാപ്പാക്ക് അങ്ങനെ തെറ്റുപറ്റി. എത്ര നല്ല ആൺകുട്ടികൾ കാണാൻ വന്നതാണ്. പിന്നെ ഓരോരുത്തരെ ഭീതിയാണ്. അത് എൻ്റെ മൂത്തൊക്കെ നോക്കി പറയും, അപ്പോൾ ക്ഷമിക്കും. ഇങ്ങനെ സൈക്കിളിൽ നിന്ന് വളരെ ഇളിയിച്ച് അങ്ങനെ വെക്കും. ഈ സ്വർഗവാസിയാണെങ്കിൽ ആരും കുറ്റം പറയല്ല, പറഞ്ഞത് കുറ്റായി പോവുകയാണ്. കരുതി കുട്ടി പറയല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ അതന്നെ എല്ലാവർക്കൊന്നും പറ്റിയ ആളാവൂല. എന്നെ അമ്മൂശാക്ക എന്നെ കുറ്റം പറയും, അമ്മൂശാക്ക കുറ്റം പറയും. എൻ്റെ മൂത്തച്ഛനെ പെരി പോയി വിളിക്കും. എൻ്റെ പെണ്ണുങ്ങളെ അഞ്ചത്തിൻ്റെ കല്യാണത്തിന് എൻ്റെ മൂത്തച്ഛനെ പൊരെ പോയി വിളിക്കും. എന്നെ ഫോൺ ചെയ്തു, പിന്നെ ഇത്രാം തീയതി കല്യാണം ഉറപ്പിച്ചിരിക്കണേ, ഞാൻ കുട്ടികളോട് വരുവണ്ടി. ഞങ്ങാനും അതിന്റെ പേരിൽ പിന്നെ അതിന്റെ പേരിൽ പിന്നെ രണ്ട് വർത്താനം പറയുകയാണെങ്കിലോ, ഇനിയിപ്പ എന്നെ ഞാൻ തൊട്ടിലിട്ട് കൊണ്ടിരുന്നു, അതിന് ഞാൻ വിളിച്ചിട്ടില്ലേ, ഇങ്ങനെ പറയും. നിങ്ങൾ പിന്നെ മറ്റേ കാക്കാൻ്റെ അടുക്കൊക്കെ നിങ്ങൾ പോയല്ലോ. അത് ഞാൻ പോത്തിനെടുക്കാൻ പോകുന്നപ്പോൾ അതിലെ വണ്ടിയായി മറ്റോടത്ത് ബ്ലോക്ക് ചെയ്യാൻ അപ്പോൾ കയറിയതല്ലേ. എന്നെ പോലത്തെ ഇതൊക്കെ പ്രശ്നമാക്കി നടക്കണേ. ഇതൊക്കെ എത്ര വലിപ്പുണ്ടല്ലോ. അപ്പോഴും തോറ്റി, എനക്ക് ഇവിടെയും തോറ്റി അവിടെയും തോറ്റി. അള്ളാന്റെ അടുക്ക് തോൽക്കൂല. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ എന്നെ പറയും ചെയ്യും, നിങ്ങളങ്ങോട്ട് വന്ന് വിളിക്കണമെങ്കിൽ അതിന് മാത്രം നിങ്ങൾ വേണം. എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് പറഞ്ഞാൽ അതിന് മാത്രം ഉണ്ട്. നിങ്ങളപ്പൊക്കെ വന്ന് വിളിക്കുക. എൻ്റെ വാപ്പാക്ക് 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ദുബായിൽ. എന്നിട്ട് 10 വയസ്സില്ലാത്ത ഓട്ടോറിക്ഷയും കൊണ്ടിറക്കണം. നിങ്ങളെ വിളിക്കുക, പോയി കാക്ക നിങ്ങളെ പണി നോക്കി, അപ്പോഴും കേൾക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക് തന്നെ. അതേ സമയത്ത് നിന്റെ കൽബ് നിറച്ച ആരാണ്? നിന്റെ റബ്ബാണ് എങ്കിൽ, ഇവരെല്ലാവരും തന്നെ തള്ളുകയാണ് എങ്കിൽ, നാട്ടിൽ നിന്ന് മുഴുവനും തന്നെ ആട്ടിയിട്ടുണ്ട് എങ്കിൽ ഇജി പേടിക്കണ്ട. റാദിൻ അൻക മൗലാക ജല്ല വഅല, ജല്ല വഅലയായ മൗല നിന്നിൽ സംതൃപ്തനാണെങ്കിൽ. ഇതില്ല എങ്കിൽ ഇത് തലക്ക് കൊടുക്കണം കേട്ടോ.
രോഗം അകപ്പെടൽ അല്ല. വഇൻ സുലിബ മിൻ അഹ്ലിഹി, അവന്റെ പെണ്ണുങ്ങൾ അവനെ ഒഴിവാക്കി പോയി. എത്ര 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 4 കുട്ടികളുള്ള ഭാര്യ ഒഴിവാക്കിപ്പോയി. 12 കൊല്ലം ഓൾ എന്റെ കൂടെ ജീവിച്ച് പോയി, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന ഒരാൾ പറഞ്ഞ് കരഞ്ഞു. ഓളെ നമ്പർ തന്ന് ഞാൻ അവളോട് സംസാരിക്കാം. ആരും സംസാരിച്ചിട്ട് കാര്യമല്ല ഉസ്താദ്, ഓള് വരില്ല. നിങ്ങൾ നമ്പർ തന്നാലേ ഞാൻ സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ചിട്ട് എന്തിനാ നിങ്ങളെ വായു വടക്കാക്കണം ഉസ്താദെ? ആര് പറഞ്ഞാലും ഓള് വരില്ല. 12 കൊല്ലം എന്റെ കൂടെ കിടന്നോളൂ. 4 കുട്ടികളുണ്ട്, വേണ്ട, പോയി. 2 കുട്ടികളുണ്ട്, പോയി. 3 കുട്ടികളുണ്ട്, പോയി. എന്റെ ഓളെ സ്വപ്നത്തിൽ ഓള് മൊബൈലിൽ കണ്ട ആളല്ലേ ജി. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടാണ് ഭർത്താക്കന്മാരെ ക്വാളിറ്റി തീരുമാനിക്കുക. നോക്കിയാ തീരുമാനിക്കാം. മനസ്സിലാണ്ട് പറഞ്ഞു ചിന്തിക്ക്. അക്വാലത്തിലാകാൻ എനിക്ക് കഴിയൂല. നമ്മൾ വിചാരിച്ച മാതിരി ആക്കാൻ കഴിയൂലല്ലോ. ആചാര ചൊർക്കും ഉണ്ടാവില്ലല്ലോ. അതിലിടുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരുത്തന്റെ വോട്ടെന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അത് ഈ പരമാവധി ഭംഗിയാക്കിയ വോട്ടാണ്. അപ്പൊ അതുപോലെ ആകാൻ എനിക്ക് കഴിയില്ല, അതുപോലെ മുതലുണ്ടാക്കാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തർ മനസ്സിലായില്ലേ? ഇതന്നെ ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണ. അവന്റെ അഹ്ല, അവന്റെ ഭാര്യ മക്കൾ ഒഴിവാക്കി പോയി. ചിന്തിക്ക്. നിസ്സാരമായി കഴിഞ്ഞ് നിസ്സാരല്ല നോക്കുക, നിസ്സാരല്ലാത്ത കാര്യം. ഭാര്യ കേസ് കൊടുത്തിട്ട് ഞാൻ കോടതി ചെന്നപ്പോൾ മകൻ എന്നെ തല്ലാൻ വന്നു ഈ കൂട്ടത്തിലുള്ളൊരു ബാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞു പോയോ? എന്താ പറഞ്ഞു? എന്തോടുത്ത് പറഞ്ഞു? എന്താ പറഞ്ഞു? ഈ കൂട്ടത്തിലുണ്ടാ വാപ്പ, ഇവിടെ ഉണ്ട് ഈ വാപ്പ. ഇപ്പൊ 2-ാം പെരുന്നാളാകുമ്പോ ആള് കുറഞ്ഞ ദിവസമാണല്ലോ, എന്നാലും ആ വാപ്പ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാ വാപ്പ. അതായത് സ്വന്തം കുട്ടികളെ ഉമ്മ ഇവനെതിരെ കേസ് കൊടുത്തു. കോടതി ചെന്നപ്പോൾ സ്വന്തം മകൻ തല്ലാൻ വന്നു. ആരെ? കോടതിയിൽ തല്ലാൻ വന്നു. ആരെ? ബാപ്പാനെ തല്ലാൻ വന്നു. പക്ഷേ നിന്റെ റബ്ബ് നിന്നെ സംതൃപ്തനാണെങ്കിൽ, ആണോ അല്ലേ നിനക്കറിയില്ല, ആണെങ്കിൽ നിനക്കെന്താ കിട്ടും? ഇത് തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാടാ? ഈ ഇരുകാലിനെയാണോ ഇത് തൃപ്തിപ്പെടുത്തേണ്ടത്? ആരെയാ? റബ്ബിനാണ്. രാത്രി അവളെ കട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവളെ തൃപ്തിപ്പെടുത്തല്ലേ മാത്രമല്ല ലക്ഷ്യം. എന്റെ ലക്ഷ്യം പറ റബ്ബിനെ തൃപ്തിപ്പെടുത്തല. ആണോ അല്ലേ? ആണോ അല്ലേ? പറ ആണോ അല്ലേ? റബ്ബിനെ തൃപ്തിപ്പെടുത്തല. മനസ്സിലാണ്ട് പറഞ്ഞേ. അവരൊന്നും അകപ്പെട്ടിട്ടില്ല. ജയിലിൽ അകപ്പെട്ടാലും അകപ്പെടലല്ല.